ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ SCERT ചരിത്ര പാഠപുസ്തകത്തിലെ 6ാമത്തെ അധ്യായം ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഓൾറെഡി ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ചോള രാജവംശത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഈ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ടും പിന്നെ ഒരു റാങ്ക് ഫയലിനെ ബേസ് ചെയ്തുകൊണ്ടുമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. പിന്നെ ഈ ഒരു ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രാജരാജ ചോളൻ്റെ ലിഖിതത്തിലെ കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് രാജരാജ ചോളൻ്റെ കാലഘട്ടത്തിൽ നികുതി സമ്പ്രദായം നിലനിന്നിരുന്നു എന്നാണ്. അതുപോലെ ഇവിടെ ആദവല്ലവൻ എന്നൊരു രാജാവിനെയും കുറിച്ച് പറയുന്നുണ്ട്. ഈ ആദവല്ലവൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവാണ് ചോള രാജാവായ രാജരാജ ചോളൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത്. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിൽ തെക്കേ ചുമരിലാണ് ഈ ലിഖിതമുള്ളത്. അപ്പോൾ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നികുതിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ചോളന്മാരുടെ കാലഘട്ടത്തിൽ രാജാവിൻ്റെ പേരിലുള്ള മരക്കാലുകൊണ്ട്, അതായത് അതൊരു അളവ് പാത്രമാണ്, അങ്ങനെ അളന്നാണ് നെല്ലായും സ്വർണമായും കാശായൊക്കെ നികുതി അടക്കേണ്ടിയിരുന്നത്. പിന്നെ ഇവിടെ പ്രത്യേക ഒരു പ്രദേശത്തിനെ എടുത്തു പറയുന്നുണ്ട്. തെൻകടുവായ് പ്രദേശത്തിൻ്റെ ഭാഗമായ ഇങ്ക നാട്ടിലെ പാലയൂർ ഗ്രാമത്തിൽ അളന്നത് പ്രകാരം ഇത്രയും സ്ഥലത്ത് ജൈനക്ഷേത്രവും ജൈന ഗുരുക്കന്മാരുടെ സമൂഹവും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 12,530 കലവും 2 തൂണിയും കുറുണിയും ധാന്യം അളക്കാനുള്ള അളവിൻ്റെ പേരുകളാണ് ഇവയൊക്കെ. അപ്പോൾ ഒരു നാഴിയും അളവിൽ നെല്ലാണ് ഇവിടെ നിന്ന് ലഭിക്കേണ്ടത്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അളന്ന് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ നികുതിയായിട്ട് കിട്ടേണ്ടത് നെല്ലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അളക്കേണ്ടത് ആരുടെ പേരിലാണ്? ആദവല്ലവൻ, അതായത് രാജകേസരിയായിട്ടുള്ള ആദവല്ലവൻ എന്ന് പറയുന്നത് ആരാണ്? രാജരാജ ചോളൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള ഒരു മരക്കാല് അല്ലെങ്കിൽ ഒരു അളവ് പാത്രം കൊണ്ടാണ് ഈ ധാന്യങ്ങളൊക്കെ അളക്കേണ്ടത്. അപ്പോൾ ഇപ്രകാരം എന്ത് ചെയ്യണമായിരുന്നു? രാജഭരണത്തിന് കീഴിൽ പ്രജകൾ നികുതി ഒടുക്കണമായിരുന്നു. ഇനി നമുക്ക് ചോള ഭരണത്തെക്കുറിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കോമൺ ഇറ 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടുന്ന, കേരളം ഉൾപ്പെടുന്ന രാജ്യം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ചോളന്മാർ. ഇപ്പോൾ ചോളവംശത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് സംഘകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കരികാല ചോളനാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ഈ ചോള സാമ്രാജ്യം ക്ഷയിച്ചു പോയെങ്കിലും പിന്നീട് അതിനെ പുനഃസ്ഥാപിച്ചത് വിജയാലൻ്റെ കാലത്താണ്. രാജരാജൻ 1ാമൻ്റെ കാലത്താണ് ചോളവംശത്തിൻ്റെ യശസ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ രാജരാജ ചോളനാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രമൊക്കെ പണി കഴിപ്പിച്ചത് കേട്ടോ. വളരെ ശക്തനായിട്ടുള്ള ചോള രാജാവായിരുന്നു. ചോള രാജവംശം വളരെയധികം പ്രശസ്തി ആർജിച്ചത് രാജേന്ദ്ര ചോളൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജേന്ദ്ര ചോളനാണ്. അപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരം ആസ്ഥാനമായിട്ട് ചോള രാജവംശം ഭരിച്ചിരുന്നതും രാജേന്ദ്ര ചോളനാണ്. അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് ആസ്ഥാനം അല്ലെങ്കിൽ ചോളന്മാരുടെ തലസ്ഥാനം ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റിയത് രാജേന്ദ്ര ചോളൻ്റെ കാലത്താണ്. ഈ മാപ്പ് നോക്കിയാൽ അറിയാം ചോള ഭരണ കാലഘട്ടത്തിൽ എത്രമാത്രം സ്ഥലങ്ങളിലേക്ക് ചോള ഭരണം വ്യാപിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് കാരണം ചോളന്മാർക്ക് ശക്തമായിട്ടുള്ള നാവിക പടയുണ്ടായിരുന്നു, നല്ലൊരു സൈന്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്ക ഉൾപ്പെടെ കംബോഡിയയിലെ അങ്കോർവാത്ത് ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ പോലും ഈ ചോള കാലഘട്ടത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രത്തോളം സ്വാധീനം അക്കാലഘട്ടത്തിൽ സഞ്ചാരത്തിലൂടെ പിടിച്ചടക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു? ചോളന്മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബംഗാൾ ഉൾക്കടലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം ആരുടെ കയ്യിലായിരുന്നു? ചോളന്മാരുടെ. അപ്പോൾ ശരിക്കും ഈ ബംഗാൾ ഉൾക്കടലിന് ചോളത്തടാകം എന്നുള്ളൊരു പേര് വരാൻ തന്നെ കാരണം ഇവരുടെ ആധിപത്യം കാരണമാണ്. പല്ലവ രാജവംശത്തെ സ്ഥാനഭ്രഷ്ടരാക്കിയിട്ടാണ് ചോളന്മാർ അധികാരം ഏറ്റെടുത്തത്. പിന്നീട് മധുര, നാഗപട്ടണം, കാവേരി, ഗംഗൈകൊണ്ട ചോളപുരം, കാഞ്ചിപുരമൊക്കെ ആരുടെ അധീനതയിലായിരുന്നു? ചോളന്മാരുടെ പക്കലായിരുന്നു.
ചോള രാജ്യത്തിൻ്റെ സമ്പദ് സമൃദ്ധിക്ക് കാരണം തന്നെ ഈ കാവേരി നദിയാണ്. കാവേരി നദിയാണ് ചോള രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ളത്. ഇനി തമിഴകത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. ആ തഞ്ചാവൂർ ആസ്ഥാനം ആയിട്ടാണ് ചോളന്മാർ ഭരണം നടത്തിയിരുന്നതെന്ന് മറക്കരുത്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഹൃദയഭാഗത്താണ് ഈ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഇനി ചോളന്മാരുടെ കാലഘട്ടത്തിൽ കൃഷിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞു കാവേരി നദിയെ ആശ്രയിച്ചാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കരിമ്പ്, വെറ്റില, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ, വിവിധ തരം പൂക്കളൊക്കെ അക്കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു. പിന്നെ ഈ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജലസേചന സംഭരണികളൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജലസംഭരണിയെ വിളിച്ചിരുന്ന പേരാണ് ഏരിപ്പട്ടി. ഏരിപ്പട്ടി എന്ന് പറയുന്നത് എന്താണ്? ഏരിപ്പട്ടി എന്ന് പറയുന്നത് ജലസംഭരണിയാണ്. ഈ മാപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ കാണുന്ന ഈ റെഡ് ലൈൻ ഉണ്ടല്ലോ, അത് ചോളന്മാരുടെ കാലത്ത് അവർ സമുദ്രത്തിലൂടെ തീർത്ത ഒരു സമുദ്രപാതയാണ്. തീരദേശ വാണിജ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു രാജഭരണമായിരുന്നു ചോളന്മാരുടേത്. നാഗപട്ടണം, മഹാബലിപുരം, കാവേരിപ്പൂമ്പട്ടണം, ശാലിയൂർ, കോർക്കൈ തുടങ്ങിയവയൊക്കെ അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോഴും ഒരു തർക്കമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കംബോഡിയയിലെ ആ ഒരു ക്ഷേത്രം, അങ്കോർ വാത്ത് ക്ഷേത്രം. ശരിക്കും അത് കംബോഡിയയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണെങ്കിൽ പോലും അത് ചോളന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. പക്ഷേ അവിടെയുള്ള ചിത്രങ്ങളും അവിടെയുള്ള ആ ക്ഷേത്ര നിർമ്മാണ ശൈലി, ദ്രാവിഡ നിർമ്മാണ ശൈലിയിലാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ചോള ഭരണത്തിൻ്റെ ആ ഒരു സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. ഇനി ചോളന്മാരുടെ കാലഘട്ടത്തിൽ നെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പ്രധാന വ്യവസായമായിരുന്നു. ഉത്തരേന്ത്യയിലേക്കാണ് അവർ കൂടുതലും നെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നെയ്ത തുണിത്തരങ്ങളൊക്കെ കയറ്റുമതി ചെയ്തിരുന്നത്. പിന്നെ കൃഷി ഉണ്ടായിരുന്നു. കൃഷിക്ക് പുറമെ ലോഹപ്പണികളും. അപ്പോൾ ഈ ലോഹം എന്ന് പറയുമ്പം ലോഹത്തിനെ സംബന്ധിച്ച തെളിവുകളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന വിഗ്രഹങ്ങൾ, പാത്രങ്ങളൊക്കെ ഇതിന് തെളിവായിട്ട് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ ആഭരണങ്ങൾ, അതുപോലെ ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ പുരോഗതി പ്രാപിച്ചിരുന്നു. അപ്പോൾ ആഭരണ നിർമ്മാണം എന്ന് പറയുമ്പോൾ സ്വർണം, വെള്ളി കൊണ്ടുള്ളൊക്കെ ആഭരണങ്ങൾ. പിന്നെ തീരദേശ വ്യാപാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുത്ത്, പവിഴമൊക്കെ കയറ്റുമതി ചെയ്തു വിദേശ രാജ്യങ്ങളിലേക്ക്. അപ്പോൾ കംബോഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കച്ചവട ദൗത്യ സംഘം 11-ാം നൂറ്റാണ്ടിൽ ചോളരാജ്യം സന്ദർശിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നാഗപട്ടണം, മഹാബലിപുരം, കാവേരിപ്പൂമ്പട്ടണം, ശാലിയൂർ, കോർക്കെ എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാന തീരദേശ വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശാഖപട്ടണം, അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാണല്ലേ വിശാഖപട്ടണം തുറമുഖം. എന്നാൽ അന്ന് അത് കുലോത്തുംഗ ചോളപട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. കുലോത്തുംഗ ചോളൻ എന്ന് പറയുന്നത് ചോളരാജ്യം ഭരിച്ചിരുന്ന ചോള രാജാവായിരുന്നു കേട്ടോ. ചോള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കച്ചവട സംഘങ്ങളായിരുന്നു നഗരത്താർ, മണിഗ്രാമം തുടങ്ങിയവ. ചോള രാജവംശത്തിന് കീഴിൽ അവരുടെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം. രാജരാജ ചോളൻ്റെ കാലത്ത് 985, 1014 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. രാജരാജേശ്വര ക്ഷേത്രം, തഞ്ചൈ പെരിയ കോവിൽ, അങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഈ ബൃഹദീശ്വര ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം യുനെസ്കോയുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതിന് ചുറ്റും വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ട ശിവഗംഗ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. നിരവധി കൈത്തൊഴിൽക്കാർ, കരകൗശല വിദഗ്ധരൊക്കെ ഉപജീവനത്തിനായിട്ട് ക്ഷേത്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇത്തരം വലിയ വലിയ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ഒരുപാട് കച്ചവട സംഘങ്ങളും അല്ലെങ്കിൽ അത്തരം ചെറുകിട സംരംഭങ്ങളൊക്കെ നിലനിന്നതായിട്ട് പറയുന്നുണ്ട്. ചോള രാജാക്കന്മാർ ശ്രീലങ്കയിലെ ഏരിയ ഭാഗവും എന്ത് ചെയ്തു, അവരുടെ അധീനതയിൽ ആക്കിയിരുന്നു. ഈ കാര്യത്തെ വ്യക്തമായിട്ട് പറയുന്നതിനൊരു തെളിവായിട്ട് ശ്രീലങ്കൻ കൃതികളായിട്ടുള്ള മഹാവംശത്തെയും ചോളവംശത്തെയും നമുക്ക് പരിഗണിക്കാം. സുമാത്ര, ജാവ, മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചോള നാട്ടിൽ നിന്ന് കച്ചവടക്കാർ മാത്രമല്ല ബൗദ്ധ, അതായത് ബുദ്ധമത, ഹൈന്ദവ സന്യാസിമാരും പണ്ഡിതരൊക്കെ ധാരാളമായിട്ട് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഈ യാത്രകളൊക്കെ ചോള രാജ്യത്തെ ഭാഷ, മതം, ആശയങ്ങൾ, വാസ്തുശില്പകല മറ്റു നാടുകളിലേക്ക് വ്യാപിക്കാൻ കാരണമായിട്ടുണ്ട്.
ഇനി ഈ ഭാഗത്ത് ഓർമ്മിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ് ചോളത്തടാകം. ബംഗാൾ ഉൾക്കടലാണ് ചോളത്തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഗംഗൈകൊണ്ട ചോളപുരം. ഗംഗൈകൊണ്ട ചോളപുരത്ത് ഒരു ക്ഷേത്രമുണ്ട്. അത് പണിതത് ആരാണ്? രാജേന്ദ്ര ചോളൻ്റെ കാലത്താണ്. പിന്നെ തഞ്ചാവൂരിൽ നിന്ന് രാജേന്ദ്ര ചോളനാണ് തഞ്ചാവൂര് ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ചോള രാജാക്കന്മാരുടെ ഭരണ തലസ്ഥാനം ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റിയത്. തഞ്ചാവൂരിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ വടക്കായിട്ട് കുംഭകോണത്തിനടുത്താണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചോള രാജാക്കന്മാരുടെ ശക്തമായ നാവികപ്പട, സൈന്യം എന്നിവയെക്കുറിച്ച് പരാമർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. ഭരണത്തിനായി മണ്ഡലം, വളനാട്, നാട് ഇങ്ങനെയെല്ലാം രാജ്യത്തെ വിഭജിച്ചതായിട്ട് പറയുന്നുണ്ട്. പിന്നെ വെറ്റി എന്ന് പറയുന്ന വേതനം അല്ലെങ്കിൽ കൂലിയില്ലാത്ത അധ്വാനം ടാക്സിന് പകരം അവർ രാജാക്കന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. വനങ്ങൾ, ഖനികൾ, ഉപ്പ് ഇതിനെല്ലാം ടാക്സ് അടക്കണമായിരുന്നു. പിന്നെ ഗ്രാമഭരണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമത്തെ ഭരണ സൗകര്യത്തിന് ഊർ, സഭ എന്നിങ്ങനെ പേരുള്ള 2 സഭകളായിട്ട് തരംതിരിച്ചിരുന്നു. ഗ്രാമഭരണത്തിന് കീഴിൽ ഊരെന്ന് പറയുന്നത് ജനങ്ങളുടെ പൊതുസഭയാണ്. പിന്നെ സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്ന ബ്രാഹ്മണരുടെ സഭ കൂടിയാണ് സഭ. ഇപ്പോൾ കുളങ്ങൾ, കിണറുകൾ, റോഡുകൾ തുടങ്ങിയവയൊക്കെ പരിപാലന ചുമതല പ്രാദേശിക ഭരണകൂടങ്ങൾക്കായിരുന്നു എന്ന് ഓർക്കണം. ഇപ്പോൾ പ്രാദേശിക ഭരണ സംവിധാനത്തിന് കീഴിൽ ഊര്, സഭയ്ക്കൊക്കെ ആയിരുന്നു സ്വയംഭരണ അധികാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ചോള രാജവംശത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന 1-2 ചോദ്യങ്ങളും കൂടെ നോക്കാം. ശ്രീലങ്ക കീഴടക്കിയ ആദ്യ ചോള രാജാവ് ആരാന്ന് ചോദിച്ചാൽ ഇലാരയാണ്. ഇലാര. പിന്നെ പരുത്തി വ്യവസായത്തിൽ വളരെ പ്രസിദ്ധി നേടിയ ഉറയൂര്, അത് ചോളന്മാരുടെ ആദ്യ തലസ്ഥാനമായിരുന്നു. ഗ്രാമങ്ങളിലെ പൊതു അസംബ്ലിയെ വിളിക്കുന്ന പേരെന്താണ്? ഊര് എന്നാണ് കേട്ടോ, ഊര്. പിന്നെ ചോളന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? തഞ്ചാവൂര്. ചോളന്മാരുടെ രാജകീയ മുദ്ര കടുവയായിരുന്നു. മധുരൈ കൊണ്ടവൻ എന്നറിയപ്പെടുന്ന ചോള രാജാവാണ് പരാന്തകൻ. പിന്നെ ചില SCERTൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് ചോള ഭരണ കാലഘട്ടം കോമൺ ഇയറ 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് SCERTൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ചോള രാജഭരണം അതിൻ്റെ പിന്തുടർച്ച അവകാശം മക്കത്തായം അനുസരിച്ചായിരുന്നു. പിന്നെ രാജശാസനങ്ങൾ, രാജാവിൻ്റെ കൽപ്പനയൊക്കെ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർ അവർ വിളിച്ചിരുന്ന പേര് ഒലൈനായകം എന്നായിരുന്നു. ചോളഭരണത്തിൻ്റെ പ്രധാന സവിശേഷത ശക്തമായ നാവിക പടയോടുകൂടിയ സൈനിക സംവിധാനം. ഏറ്റവും ശക്തമായ നാവികശക്തി ചോളന്മാരുടേതായിരുന്നു. ചോളഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയായ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ചോദിച്ചാൽ ഉത്തരമേരൂർ ശാസനമാണ്. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമാണ് കൊട്ടം. ഗ്രാമഭരണത്തിനായി പ്രവർത്തിച്ചിരുന്ന 2 സമിതികൾ ഏതൊക്കെയാണ്? ഊർ, സഭ. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയാണ് ഊറ്. ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടത് സഭയിലാണ്. സഭയിലെ അംഗങ്ങളാണ് പെരുമക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. പഞ്ചായത്തിലെ അംഗങ്ങൾ വാരിയ പെരുമക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സഭയുടെ പ്രധാന അധികാരങ്ങൾ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, ജനക്ഷേമത്തിന് വേണ്ടിയുള്ള മരാമത്ത് പണികൾ നടത്തുക, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചോളന്മാരുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്